തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനാൽ മതിയായ ചികിത്സ ലഭിക്കാതെ വയോധിക മരിച്ചതിൽ വൻ പ്രതിഷേധം. മാപ്രാണം സ്വദേശിയായ ഫിലോമിനയുടെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി. പണം ആവശ്യപ്പെട്ട തന്നോട് ബാങ്ക് ക്രൂരമായാണ് പെരുമാറിയതെന്ന് ഫിലോമിനയുടെ ഭർത്താവ് ദേവസി മനോരമ ന്യൂസിനോട് പറഞ്ഞു. വിശദാംശങ്ങൾ തൃശൂരിൽ നിന്ന് ദീപ്തിഷ് കൃഷ്ണ നൽകും. ദീപ്തിഷ്, ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു പ്രതിഷേധം? എന്തൊക്കെയാണ് ഇപ്പോൾ ബാങ്ക് ഇതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് കരുവന്നൂർ സ്വദേശിയായ 70-കാരിയായ വയോധികയ്ക്ക് മരിക്കേണ്ടി വന്നത്. കൂടുതൽ ചികിത്സ തേടി പോകാനാകാതെ ഈ കുടുംബം പ്രതിസന്ധിയിലായത്. ദേവസി എന്ന് പറയുന്ന ഫിലോമിനയുടെ ഭർത്താവ് പലതവണ 28 ലക്ഷം രൂപ ഇവരുടെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരുവന്നൂർ ബാങ്കിനെ പലതവണ സമീപിച്ചു. കഴിഞ്ഞൊരു 6 മാസമായി ഇതിന്റെ പിന്നാലെ തന്നെ ദേവസി അലയുകയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അനുഭാവപൂർണ്ണമായ ഒരു സമീപനം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ദേവസിയുടെ പരാതി. അവർ ആട്ടിയിറക്കുകയാണ് പലപ്പോഴും ചെയ്തത്. പണം ഉണ്ടാകുമ്പോൾ തരുമെന്നുള്ള മറുപടിയാണ് നൽകിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഫിലോമിനയുടെ അസുഖം മൂർച്ഛിക്കുകയും അവർ മരിക്കുകയുമായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. മൃതദേഹവുമായി നാട്ടുകാർ കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. കോൺഗ്രസും ബിജെപിയും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ പാത ഇവരെല്ലാവരും ഒരുമിച്ച് റോഡ് ഉപരോധിച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഒടുവിൽ RDO ആണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. അടിയന്തരമായി 2 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാനുള്ളൊരു തീരുമാനം ഇപ്പോൾ RDO പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് സമരം പിൻവലിച്ചിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ച് കഴിഞ്ഞു. ഈ തൽക്കാലത്തേക്ക് ഈ സമരം അവസാനിപ്പിച്ചുവെങ്കിൽ കൂടി ഈ പ്രശ്നം ഇതോടുകൂടി തീരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോഴും ജയിലിലാണ്. നിക്ഷേപകർക്ക് ഇപ്പോഴും പണം ലഭിച്ചിട്ടില്ല. ഈ പണം എത്രയും വേഗം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണം. അല്ലെങ്കിൽ കൂടുതൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത്.